നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ്, 13 മുതലുള്ള വാക്യം. അവിടെ 2 ജ്ഞാനങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ദ വിസ്ഡം ഫ്രം എബവ്. 2, ലൗകിക ജ്ഞാനം, ദ വിസ്ഡം ഫ്രം ബിലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, വേദപുസ്തകത്തിൽ ഏതൊരു വീഴ്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും ആ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നത് ലൗകിക ജ്ഞാനം ഒരു വ്യക്തിയിൽ കയറി ആ ജ്ഞാനത്തിൽ അവർ പ്രവർത്തിച്ചത് കൊണ്ടാണ് വീണുപോയത്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിന്റെ കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് ചിന്തിച്ചത്. അതിനെ തുടർന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജന്മനാ നമുക്ക് കിട്ടുന്നത് ലൗകിക ജ്ഞാനമാണ്. നമുക്കറിയാം, ചെറിയ കുട്ടികൾ മുതൽ, ചെറിയ പ്രായം മുതൽ അവൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ജ്ഞാനത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അതുകൂടാതെ നമ്മൾ ആ ജ്ഞാനം ഏൺ ചെയ്യുന്നു, ഈ ലോകത്തിലെ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ നേടിയെടുക്കുന്നു. എന്നാൽ ഉയരത്തിലുള്ള ജ്ഞാനം നമുക്കുണ്ടാക്കാനോ നേടിയെടുക്കാനോ കഴിയുന്നതല്ല. അത് നമുക്ക് സ്വീകരിക്കാൻ മാത്രമേ പറ്റൂ. ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുത്തത് കൊണ്ടും ആ ജ്ഞാനം ഉണ്ടാകണമെന്നില്ല. ഈ ജ്ഞാനം വി ക്യാൻ ജസ്റ്റ് റിസീവ്, നമുക്ക് സ്വീകരിക്കാൻ മാത്രമേ പറ്റൂ. സ്വീകരിക്കാൻ കഴിയുന്നതിന്റെ കാര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്? എനിക്ക് അറിയില്ല എൻ്റെ മക്കളുടെ ഭാവി എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കണം, ഞാൻ ആ കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യുന്നത്. ഞാനൊരു ദൈവ പൈതൽ എന്ന നിലയിൽ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏതൊരു കാര്യവും ഞാൻ ചെയ്യേണ്ടത് ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ്. പക്ഷെ അത് ചെയ്യാനുള്ള ജ്ഞാനം എനിക്കില്ല. ഏതു ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ എന്നുള്ളൊരു പഴയ പാട്ടുണ്ട്. അപ്പൊ ആ ഒരു ബോധ്യമാണ് നമുക്ക് ഈ ജ്ഞാനം ദൈവം തരാൻ കാരണമായി തീരുന്നത്. അത് എനിക്ക് സ്വീകരിക്കാൻ മാത്രമേ പറ്റൂ. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ ഈ ജ്ഞാനത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ജ്ഞാനത്തിന്റെ സ്വഭാവ സവിശേഷതകൾ, ഈ ഉയരത്തിലുള്ള ജ്ഞാനം ലഭിച്ചു കഴിയുമ്പോൾ അതിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഉയരത്തിലുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ ആ ജ്ഞാനത്തിലൂടെ നമ്മിലൂടെ പ്രകടമാകുന്ന കാര്യങ്ങളാണ് ഇവിടെ കണ്ടത്. ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് ഉയരത്തിലുള്ള ജ്ഞാനമില്ല, അല്ലെങ്കിൽ ഉയരത്തിലുള്ള ജ്ഞാനത്തിൽ നല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്, മറിച്ച് ഭൗമികമായ ജ്ഞാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. അസൂയ, കലഹം, ഇതൊക്കെ ഉള്ളിടത്ത് ഉയരത്തിലുള്ള ജ്ഞാനം ഇല്ല. ഇവിടെ പറയുന്ന ആദ്യത്തെ കാര്യം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് നിർമ്മലമാണ്, പ്യുവർ. ഈ പ്യുവർ എന്നുള്ള വാക്ക് വിശുദ്ധി എന്നുള്ള വാക്കിനും ഇത് തന്നെയാണ്, ഹഗ്യോസ്, പ്യുവർ. അപ്പൊ ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അത് പൊളൂട്ടഡ് ആകാത്തതാണ്. 2 ആശയങ്ങളാണ് ഞാനത് അവിടെ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞു, ഇതിന്റെ ഒരർത്ഥം കണക്ട് ചെയ്ത് വരുന്നത് ഹഗ്യോസ് എന്ന വാക്കാണ്, വിശുദ്ധി എന്നുള്ള വാക്കാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനം എന്നെ നയിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. നമ്മൾ വളരെയധികം കേൾക്കുന്നതാണെങ്കിലും ശ്രദ്ധയോടെ നമ്മളത് മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ഉയരത്തിലുള്ള ജ്ഞാനം നമ്മെ നയിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ചത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ പറഞ്ഞു, ഒരു സഭയിൽ അംഗമായി, അങ്ങനെ കുറെ വർഷം കഴിയുമ്പോൾ മരിക്കുക എന്നുള്ളതല്ല. നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നു, ഒരു വിശുദ്ധ ജനമായിരിക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചു. പഴയ നിയമം മുതൽ നമ്മൾ അതാണ് കാണുന്നത്.
തനിക്ക് വേണ്ടിയുള്ള ഒരു ജനം, തൻ്റെതായ ജനം, മറ്റുള്ള ലോകത്തിന്റെ ജ്ഞാനത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജനം, അങ്ങനെയുള്ള ഒരു ജനമായിരിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അബ്രഹാമിനെ ദൈവം അതിനാണ് വിളിച്ചത്. ഇസ്രായേലിനെ ദൈവം വിളിച്ചത് അതിനാണ്. എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിച്ചവരുമുണ്ട്, ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോയവരുമുണ്ട്. എന്നെ എന്തിനു വേണ്ടി ദൈവം രക്ഷിച്ചു എന്നുള്ള ആ ബോധ്യം അത് എന്നിൽ വളരെയധികം ഉയർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും കൂടുതൽ ഊന്നൽ നൽകുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് രക്ഷ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക, രണ്ട് സ്വർഗം, രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോവുക. എന്നാൽ ഇതിനിടയിൽ ഒരു ഭാഗം അത് വളരെ ഗൗരവമുള്ളതാണ്. ഈ ഭൂമിയിലുള്ള എൻ്റെ ജീവിതം, ആ ജീവിതത്തിൽ എന്നെ ദൈവം വിശുദ്ധിയിലേക്ക് നടത്തുകയാണ്. നമുക്കറിയാം, സ്ഥാനപരമായി ദൈവം നമ്മളെ വിശുദ്ധൻ എന്ന് വിളിക്കുന്നു. അത് കൊരിന്ത്യ സഭയിലുള്ള വളരെ മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയും ദൈവം വിളിക്കുന്നത് വിശുദ്ധൻ എന്ന് തന്നെയാണ്. അത് പൊസിഷണലായിട്ടുള്ള ദൈവം പറഞ്ഞ സ്ഥാനമാണ്. എന്നാൽ ആ സ്ഥാനം എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. ഫങ്ഷണൽ ഹോളിനെസ്. എൻ്റെ ജീവിതം വ്യത്യസ്തമായിരിക്കണം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും. ഇവിടെ പത്രോസ് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കർത്താവ് നമ്മളെ വിളിച്ചു, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ രക്ഷിച്ചു. 2, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നു, ഭാവിയിൽ നമ്മൾ പ്രാപിക്കാൻ പോകുന്ന കാര്യങ്ങൾ. എന്നാൽ ഇതിനിടയിലുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, കർത്താവ് നമ്മളെ വിളിച്ചു, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. അതിനിടയിൽ എന്താ നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. കർത്താവ് നമ്മളെ വിളിച്ചു, വലിയൊരു വാഗ്ദത്തം ശേഷിക്കുന്നുണ്ട്. ഇതിനിടയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ മോഹങ്ങൾ, ലോകത്തിന്റെ രീതികളിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന് വ്യത്യസ്തരായി നമ്മൾ ജീവിക്കണം. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഗൗരവത്തോടെ കാണുന്നില്ല. കാര്യം കർത്താവ് നമ്മളെ രക്ഷിച്ചു, സ്വർഗം നമുക്കുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. വിശുദ്ധിയിലൂടെ നടത്തി, അല്ലെങ്കിൽ ദൈവം നമ്മെ പണിത് വിശുദ്ധിയുടെ തികവിലേക്ക് നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശം. നമ്മളൊക്കെ സംസാരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പൊ അയാൾ ചെയ്തതോ, അല്ലെ അയാൾ പറഞ്ഞതോ? അയാൾ ചെയ്തതോ എന്ന് പറഞ്ഞ എടുത്ത എക്സാമ്പിൾ ആരാന്നറിയാമോ? ഒരു അവിശ്വാസി. അയാൾ ചെയ്തതോ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ ആരുടേതാ? അപ്പൊ നമുക്ക് മാതൃകയാക്കാനായി നമ്മൾ എടുക്കുന്നത് ഇത് തന്നെയാണ്. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുടെ മാനദണ്ഡങ്ങൾ, മറ്റുള്ളവരുടെ രീതികൾ. ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഓഫീസിൽ അവിശ്വാസികൾ ചെയ്യുന്ന പല രീതികളുണ്ട്. അപ്പൊ ആ രീതികൾ മാതൃകയാക്കി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഒരു വിശുദ്ധിയിലേക്കുള്ള പോക്കല്ല പോകുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വേർപാട്. വേർപാട് എന്ന വാക്ക് നമ്മൾ പലപ്പോഴും തെറ്റായി ഉപയോഗിച്ചു. നമ്മൾ പലപ്പോഴും വേർപാട് എന്ന് പറയുന്നത് അവിശ്വാസികളായ ആളുകളുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാതിരിക്കുക, അവിശ്വാസികളായ ആളുകളുമായിട്ടുള്ള അവരുടെ സോഷ്യൽ ഫങ്ഷൻസിലോ അവരുടെ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഇൻവോൾവ്ഡ് ആകാതെ ഇങ്ങനെ മാറി നിൽക്കുക എന്നതാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചത്. വേർപാട് എന്ന് പറയുന്നത്
ലോകത്തിന്റെ ജ്ഞാനത്താൽ അവര് പറയുന്ന കാര്യങ്ങൾ ദൈവിക ജ്ഞാനത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കേണ്ട നാം ആവർത്തിക്കാതിരിക്കുന്നതാണ്, അനുകരിക്കാതിരിക്കുന്നതാണ് വേർപാട്. അവർക്കാകാം, അവർക്കത് പറയാം, അവർക്ക് നുണ പറയാം, അവർക്ക് കൈക്കൂലി വാങ്ങിക്കാം, അവർക്ക് വ്യാജം കാണിക്കാം, അവർക്ക് അവരുടെ കുടുംബ മഹിമ വിളിച്ചു പറയാം, അവരെ കുറിച്ചുള്ള മഹത്വം അവർക്ക് വിളിച്ചു പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം സുധാമൂർത്തി എന്ന എഴുത്തുകാരിയെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടിരിക്കും. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി പറയുന്നൊരു ടോക്ക് ഞാൻ കേൾക്കുകയായിരുന്നു. അപ്പൊ സുധാമൂർത്തി പറഞ്ഞ കാര്യം ഇതാണ്. സുധാമൂർത്തിയുടെ ഒരു റിലേറ്റീവ്, അദ്ദേഹം പ്രൊഫസറാണ്. അത് സാധാരണ പ്രൊഫസർ അല്ല, അദ്ദേഹത്തിന്റെ 50ഓളം പവർഫുൾ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള നിലയിലുള്ള പ്രൊഫസറാണ്, പ്രശസ്തനാണ്. അപ്പോ ഈ സുധാമൂർത്തിക്ക് ഇയാളെ കുറിച്ച് വലിയ അഭിമാനമായിരുന്നു. ഒരിക്കൽ ചോദിച്ചു, ഇത് വലിയൊരു കാര്യമല്ലേ എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, അദ്ദേഹം ഒരു വിശ്വാസിയൊന്നും ആകാൻ സാധ്യതയില്ല, ഈ സുധാമൂർത്തി വിശ്വാസിയൊന്നുമല്ല, പക്ഷെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ വലിയ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ സൗരയൂഥം. ആ സൗരയൂഥത്തിലെ ചെറിയ ഒരു ഗ്രഹമാണ് ഭൂമി. ആ ഭൂമിയിലെ ഒരു ഭൂഖണ്ഡമാണ് ഏഷ്യ. ആ ഏഷ്യയിലെ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമാണ് കർണാടകം. അപ്പൊ അദ്ദേഹം ഹൂബ്ലിക്കാരനാണ്. ആ കർണാടകയിലെ ഒരു പട്ടണമാണ് ഹൂബ്ലി. ഈ ഹൂബ്ലിയിലെ ഒരുപാട് വീടുകളിലുള്ള ഒരു വീടാണ് നമ്മുടെ വീട്. ആ വീട്ടിൽ പലരും ഉണ്ട്, അതിലൊരാളാണ് ഞാൻ. ഇനി പറയാം, ഇസ് ഇറ്റ് ഗ്രേറ്റ്? നമ്മള് ഈ ആനയുടെ പുറത്തിരുന്ന അണ്ണാൻ, ആന ഒരു പാലത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ കടക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അണ്ണാൻ പുറത്തുണ്ട്, മുതുകിലുണ്ട്. അപ്പൊ ആന ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അപ്പൊ അണ്ണാൻ പറയാണ്, പേടിക്കണ്ട, ഞാൻ മുതുകത്തുണ്ടെന്ന്. നമ്മൾ പറയുന്ന വീമ്പുകൾ, നമ്മൾ പറയുന്ന പ്രസ്താവനകൾ, അതിനൊരു കുറവുമില്ല. പക്ഷെ മനസ്സിലാക്കണം, ഉയരത്തിലുള്ള ജ്ഞാനം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് ഗ്രേറ്റ്നെസ് ഒന്നും പുറത്തിയാടത്തില്ല. ഒരു വലിയ മഹാന എന്ന് പറയാവുന്ന, അല്ലെ ഗ്രേറ്റ് പേഴ്സൺ എന്ന് പറയാവുന്ന ആ വ്യക്തി പറഞ്ഞ വാക്കാണ് ഈസ് ഇറ്റ് ഗ്രേറ്റ്. ലോകത്തിൻ്റെതായ പാറ്റേൺ, ലോകക്കാരത് പറഞ്ഞോട്ടെ, ലോകക്കാരത് പ്രസ്താവിച്ചോട്ടെ, ലോകക്കാരത് കാണിച്ചോട്ടെ. എൻ്റെ ഒരു വിലയിരുത്തൽ 100% ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ബൈബിളോ പ്രസംഗമോ ഒന്നുമല്ല. നമ്മളെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്സാപ്പും ഫേസ്ബുക്കും യൂട്യൂബും. അതിലെ മൊറാലിറ്റി, അതിൽ പറയുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി ഞാൻ ഈ പറയുന്ന ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി, ഒരവിശ്വാസിയായ ഒരുത്തൻ അവനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി പല പല കോപ്രായങ്ങൾ കാണിച്ചത് അതുപോലെ നമ്മൾ ഉൾക്കൊള്ളുകയാണ്, അതുപോലെ എടുക്കുകയാണ്. നമ്മൾ മറന്നു പോകുന്നു. അത് വിസ്ഡം ഫ്രം എബോവ് അല്ല, അത് വിസ്ഡം ഫ്രം ബിലോയാണ്. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെതായ രീതിയിൽ പോകാനല്ല, ഉയരത്തിലുള്ള ജ്ഞാനം പ്രാപിച്ച് വിശുദ്ധരാകുക എന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. അതെത്ര ആയെന്നോ എല്ലാവരും ആയെന്നോ ഒന്നും അല്ല നമ്മളിവിടെ പറയുന്നത്. പക്ഷെ എൻ്റെ മുൻപിൽ ആ ലക്ഷ്യം ഉണ്ടാകണം. ചോദ്യം ഇതാണ്, നിങ്ങൾ എല്ലാ കാര്യത്തിലും തികഞ്ഞവരാണോ, വിശുദ്ധരാണോ എന്നല്ല ചോദ്യം. ആ ബോധ്യം നമ്മെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? അനുതാപം എവിടെ നിന്നാ ഉണ്ടാകുന്നത്? അനുതാപം ഉണ്ടാകുന്നത് ഈ ബോധ്യം എനിക്കുണ്ടെങ്കിൽ, കർത്താവെ ഞാൻ ആ ബോധ്യം തെറ്റിക്കുകയാണല്ലോ എന്നുള്ള വേദനയിൽ നിന്നാണ് അനുതാപം ഉണ്ടാകുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഉയരത്തിലുള്ള ജ്ഞാനം നമുക്ക് തന്നിരിക്കുന്നത്, അത് പ്യുവറാണ്, അത് വിശുദ്ധിയിലേക്ക് നടത്തുന്നതാണ്. ഉയരത്തിലുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ ആ ജ്ഞാനം എന്നെ ഈ ബോധ്യത്തിലേക്ക് നടത്തും. ദൈവം എന്നെ വില കൊടുത്തു വാങ്ങിച്ചത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ സ്വർഗത്തിന്റെ പ്രത്യാശയുടെ പാട്ടും പാടി കൈയടിച്ചിരിക്കുകയല്ല,
അതിനുള്ളിൽ ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വിശുദ്ധീകരണം എന്നുള്ള ഒരു കാര്യം എന്നിൽ സംഭവിക്കണം. അങ്ങനെ എനിക്കൊരു ബോധ്യമുണ്ടെങ്കിലാണ് അത് സംഭവിക്കാതെ വരുമ്പോൾ എനിക്ക് ഹൃദയനുറുക്കം ഉണ്ടാകുന്നത്, എനിക്ക് കരച്ചിലുണ്ടാകുന്നത്, നിലവിളി ഉണ്ടാകുന്നത്. പ്യുവർ എന്ന് പറയുമ്പോൾ മറ്റൊന്ന് നേരുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. കപടമില്ലാത്തത്. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കപടമില്ലാത്ത ഒരവസ്ഥ, കപടം, അഭിനയമില്ലാത്ത, അതൊക്കെ നമ്മെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന കാപട്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുമ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇല്ലാത്ത അനുതാപം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ താഴ്മയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കറിക്ക് ഉപ്പുണ്ടോ എന്ന് ഗസ്റ്റിനോട് ചോദിക്കുമ്പോൾ കറിക്ക് ഉപ്പുണ്ടോ ഇല്ലയോ എന്നല്ല എൻ്റെ വിഷയം, കറിക്കുള്ള അഭിപ്രായം പറഞ്ഞില്ലല്ലോ എന്നാണെങ്കിൽ, ഇതുപോലെ എത്രയോ കാര്യങ്ങളാണ് അനുദിന ജീവിതത്തിൽ നടക്കുന്നത്. കറിക്ക് ഉപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് നല്ലൊരു അഭിപ്രായം കേൾക്കാൻ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് നന്നായിട്ടില്ലേ എന്ന് ചോദിക്കുന്നത്. കാപട്യത്തെക്കാൾ നല്ലതാണ് നേരിട്ട് ചോദിക്കുന്നത്. എനിക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ എൻ്റെ മഹത്വങ്ങൾ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നേരിട്ട് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ അല്പം ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഉയരത്തുനിന്നുള്ള ജ്ഞാനം നമ്മളെ നടത്തുന്നത് കപടമില്ലായ്മയിലേക്കാണ്. പ്യുവർ. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാന്മാർ. കാപട്യം നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരാനുള്ളൊരു കടുത്ത ഒരു ആഗ്രഹം നമുക്ക് ആവശ്യമാണ്. കാപട്യത്തിന്റെ ഒരു പ്രശ്നം അത്ര എളുപ്പത്തിൽ അത് പോകത്തില്ല. കാരണം കാലങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അത് തീർന്നു. അത് അത്ര ഒട്ടിപ്പോയി. പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് സൂക്ഷിക്കാം. എനിക്ക് യുവതലമുറയെ കുറിച്ച് കുറച്ച് സന്തോഷമുള്ളത് കഴിഞ്ഞ തലമുറയേക്കാൾ കാപട്യ തലമുറ ഇത്തിരി കുറവാണ്. അപ്പൊ ഉയരത്തിനുള്ള ജ്ഞാനം ഒന്നാമത് പ്യുവറാണ്. രണ്ടാമതായി നമ്മൾ കാണുന്നത് പീസബിൾ, സമാധാനപരമാണ്. അത് കഴിഞ്ഞ ആഴ്ച കുറച്ച് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം, നമ്മൾ തീരുമാനം എടുക്കണം അതിനെക്കുറിച്ച്. ഇതിപ്പോ ഞാൻ നിർബന്ധമായിട്ട് പറയാം, അവനവൻ തീരുമാനിക്കണം. ഞാനായിട്ടൊരു കലക്കം ഉണ്ടാക്കത്തില്ല. ഞാൻ കുറച്ച് വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. മറ്റുള്ളവർക്ക് ഫ്രീഡം കൊടുക്കുക. കല്യാണം വിളിക്കാതിരിക്കാനും പാർട്ടിക്ക് വിളിക്കാതിരിക്കാനും ഫ്രീഡം കൊടുക്കുക. അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ എത്രയോ കാര്യങ്ങളിലാണ് അസമാധാനം ഉണ്ടാക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഒരു യാത്ര പോയി 2 മണിക്കൂർ കൊണ്ട് അടൂരെത്തും. ആ 2 മണിക്കൂറിൽ കാറിൽ ഒരു 4 പേരുണ്ട്. എൻ്റെ തീരുമാനം പോലെ ഇരിക്കും ആ യാത്ര അസമാധാനത്തിൽ അവസാനിക്കുമോ സമാധാനത്തിൽ അവസാനിക്കും. എൻ്റെ ചോയ്സാണ്. അത്ര എളുപ്പമല്ല. കാര്യം നമ്മുടെ എല്ലാ ഈഗോ വളരെ പവർഫുള്ളാണ്. നാട്ടിൽ എല്ലാവരെയും കല്യാണം വിളിച്ചപ്പോൾ എന്നെ കല്യാണം വിളിക്കാഞ്ഞത് എനിക്ക് അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കാനുള്ള കൊതിയൊന്നുമല്ല വിഷയം. എൻ്റെ ഈഗോയെ സ്പർശിച്ചു. ഞാൻ കൊച്ചായി. പക്ഷേ വേദപുസ്തകം വളരെ ഗൗരവത്തോടെ പറയുകയാണ് സമാധാനത്തെക്കുറിച്ച്. ഉയരത്തിലുള്ള ജ്ഞാനം പ്രാപിച്ച് സമാധാനം ഉണ്ടാക്കുന്ന മനുഷ്യരിൽ നമുക്ക് എടുത്തു പറയാവുന്ന ആളാണ് അബ്രഹാം. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു വലിയ ചോയ്സ്, തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ലോത്തിന് പ്രിഫറൻസ് കൊടുത്തിട്ട് അബ്രഹാം പറയാണ്, നീ എടുത്തോ എന്ന് ആദ്യത്തെ പ്രിഫറൻസ് കൊടുത്താൽ നമുക്കറിയാം പിന്നെ കിട്ടുന്നതിന്റെ പേരാണ് വേസ്റ്റ്. എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് അറിയത്തില്ല. തിരുവനന്തപുരത്തു നിന്ന് തിരുവല്ലയിൽ ഒരു കല്യാണത്തിന് പോയി. അപ്പൊ നമ്മളൊരു 15 പേരുണ്ട് ഇവിടെ. പയ്യന്റെ ഭാഗത്ത് പോയി. അപ്പൊ പെണ്ണിന്റെ ഭാഗത്താണ് കല്യാണം നടത്തുന്നത്. അവിടെ പോയി ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ അവിടെ വിളിച്ചു ചോദിച്ചു, പയ്യന്റെ ഭാഗത്ത് വന്നവർ ഇനി ആരെങ്കിലും ഇരിക്കാനുണ്ടോ? അപ്പൊ ഞാനാണ് എൻ്റെ പരിചയക്കാരെ കണ്ട അതുവഴിയാണ് പോയി സംസാരിച്ചു പോയി. തിരിച്ചു വന്നപ്പോൾ എനിക്ക് സീറ്റില്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാന്നറിയാം. അപ്പൊ 2ാമത്തെ പന്തിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നൊരു വാക്ക് എന്താണെന്നറിയോ? ഇത് സാധാരണ പറയുന്നൊരു വാക്കാണ്. ഞാൻ എച്ചില് തിന്നാനല്ല വന്നതെന്ന്. ഞാൻ ഈ പറയുന്ന ക്ലാസ് കേട്ടിട്ട് പഠിച്ചിട്ട് ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വേണ്ട, ഇതൊക്കെ കേട്ടത് കൊണ്ടാണ് ഈ പറയുന്നത്. 2ാമത്തെ പന്തിയിൽ എന്നെ ഇരുത്തിയാൽ പറയും ഞാൻ എച്ചില് തിന്നാൻ വന്നതല്ല. ഈ അടുത്ത്
കല്യാണത്തോട് ബന്ധം നിങ്ങളൊക്കെ പേപ്പറിൽ ഇതിലൊക്കെ വായിച്ചു കാണും. എത്രയോ അടികളാണ് നടന്നത്. പപ്പടം കിട്ടാത്തതിന് അടി. അവരൊക്കെ കുറച്ചുകൂടി നമ്മളെക്കാൾ ശുദ്ധരാണ്, അതുകൊണ്ട് തുറന്നടി വെക്കുന്നു. നമ്മളാണെങ്കിൽ മുഖം വീർപ്പിച്ചിട്ട് ഇതുപോലെ എച്ചിൽ തിന്നാൻ വന്നവരല്ലെന്ന് പറഞ്ഞ് ഇതുപോലുള്ള ഡയലോഗുകളൊക്കെ പറയുന്നു. ഇത് സംഭവിക്കരുത്. ഇതൊക്കെ ലൗകിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ പോരാ. ഇതിന്റെ 15ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഭൗമികവും അനാത്മികവും പൈശാചികവുമായ ജ്ഞാനത്തിൽ നിന്ന് വരുന്നതാണ് ഇതൊക്കെ. സമാധാനം ഉണ്ടാക്കുന്നതാണ്. അതാണ് നമ്മൾ വായിച്ചത്. ഉയർത്തുന്ന ജ്ഞാനമോ സമാധാനവും ശാന്തതയും ഉള്ളത്. സമാധാനവും ശാന്തതയും ഒരുമിച്ചാണ് ചില ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. സമാധാനവും ശാന്തതയും ഒറ്റ വാക്ക്. ഈ ശാന്തത ഒരു ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്ന വാക്ക് എനിക്ക് വളരെ രസം തോന്നി. ഇറ്റ് അലൗസ് ഡിസ്കഷൻ ആൻഡ് ഈസ് വില്ലിംഗ് ടു ഈൽഡ് ടു അതേഴ്സ്. ഒരാൾ പറയും അതാണ് ശരി, ഒരാൾ ഇത് പറയും. പക്ഷേ മറ്റൊരാളെ കൂടെ അനുവദിക്കുന്ന ഒരവസ്ഥ. ഡിസ്കഷൻ ഉണ്ടാകാം. ഈസ് വില്ലിംഗ് ടു ഈൽഡ് ടു അതേഴ്സ്. മറ്റൊരാൾക്കും കൂടെ കൺസിഡറേഷൻ കൊടുക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ചോയ്സ് ആണ്. നമ്മൾ മനസ്സിൽ തീരുമാനിക്കണം. ഞാനായിട്ട് ഒരു കലഹം ഉണ്ടാക്കരുത്. അത് ഉയരത്തിലുള്ള ജ്ഞാനമുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അല്ല എങ്കിൽ അത് പൈശാചികമാണ്, പ്രാകൃതമാണ്, ഭൗമികമായ ജ്ഞാനം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഉയരത്തിലുള്ള ജ്ഞാനം അനുസരണമുള്ളതാണ്. അനുസരണം. വേദപുസ്തകത്തിൽ അനുസരണത്തെക്കുറിച്ച് വളരെയധികം പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തെ അനുസരിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, ഗവൺമെന്റിനെ അനുസരിക്കുക, അങ്ങനെ ഒരനുസരണം. ഉയരത്തിനുള്ള ജ്ഞാനമാണ് അനുസരണത്തിലേക്ക് നയിക്കുന്നത്. അനുസരണത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം, വിതയ്ക്കുന്നത് കൊയ്യും. മാതാപിതാക്കളെ അനുസരിക്കുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹമാണ്. അതിപ്പോ നിങ്ങൾ അറിയത്തില്ല. നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ നിങ്ങളത് അറിയും. അതൊരു ബ്ലെസ്സിങ് ആണ്. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അമ്മയപ്പന്മാരെ അനുസരിക്കുക. അനുസരണമുള്ളതാണ്, കരുണയുള്ളതാണ്. കരുണയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അത് ഉയരത്തുനിന്നുള്ള ജ്ഞാനമല്ല. അതിന് ഉദാഹരണമായിട്ട് യേശുവിന്റെ ജീവിതവും പരീശന്മാരുടെയും പുരോഹിതന്മാരുടെയും ജീവിതമായിട്ടോ തട്ടിച്ചു നോക്കിയാൽ മതി. ആ കാലഘട്ടത്തിൽ യേശുവിൽ ഉണ്ടായിരുന്ന ഉയരത്തുള്ള ജ്ഞാനമാണ്. പരീശന്മാർ എങ്ങനെയാണ് ചില കാര്യങ്ങളെ ഡീൽ ചെയ്തത്? കരുണയില്ലാതെയാണ്. എന്തുകൊണ്ട്? അവരിൽ നിറഞ്ഞിരുന്നത് ലൗകിക ജ്ഞാനമാണ്, ലോകത്തിന്റെ ജ്ഞാനമാണ്. ലോകത്തിന്റെ ജ്ഞാനത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ അവർ ചെയ്യാൻ ശ്രമിച്ചു. അതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ലോകത്തിന്റെ ജ്ഞാനത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ അവർ ചെയ്യുകയാണ്. അങ്ങനെ ലോകത്തിന്റെ ജ്ഞാനത്തിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചിന്റെ ഭാഗമാണ് അവർ യേശുവിനെ ക്രൂശിച്ചത്. എന്റെ ഗൗരവം മനസ്സിലായോ? അതുകൊണ്ടാണ് മാനസാന്തരം ശരിയായി സംഭവിക്കാനും ആ വ്യക്തിയിൽ ഒരു പരിവർത്തനത്തിന് സമയം കൊടുക്കാനും നമ്മൾ അനുവദിക്കണം. ചില ആളുകള്, ചില ഫിലിം സ്റ്റാർസ്, അതുപോലെയുള്ള പ്രശസ്തരായ ആളുകൾ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഉടനെ കയറ്റുന്ന സ്റ്റേജിലേക്കാണ്. അങ്ങനെ അനേകർ പിന്മാറിപ്പോയി, നശിച്ചുപോയി. ആ ലോകത്തിന്റെ ജ്ഞാനത്തിൽ വളർന്ന ഒരു വ്യക്തി ഒരു പുതിയ വഴിയിലേക്ക് അവൻ തിരിയണം. ഈ ജ്ഞാനമല്ല എനിക്ക് ആവശ്യം, ഉയരത്തിലെ ജ്ഞാനമാണെന്ന് മനസ്സിലാക്കാൻ അവൻ വേറൊരു വഴിയിലേക്ക് അവൻ തിരിഞ്ഞാൽ മുന്നോട്ട് പോകേണ്ടതാണ്. യാത്ര മുന്നോട്ട് പോകണം. പരീശന്മാർക്ക് എന്തു പറ്റി? പുരോഹിതന്മാർക്ക് എന്തു പറ്റി? അവര് ലോകത്തിന്റെ ജ്ഞാനത്തിൽ ന്യായപ്രമാണം നിറവേറ്റാൻ ശ്രമിച്ചതിന്റെ പരിണിത ഫലമാണ് യേശുവിനെ അവർ ക്രൂശിച്ചത്. അവർക്ക് ദുഃഖമൊന്നുമില്ല, കുറ്റബോധമൊന്നുമില്ലല്ലോ. കുറ്റബോധമൊന്നുമില്ല. കാരണം കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ ചെന്ന് ഒരാളോട് സുവിശേഷം പറഞ്ഞ് നിങ്ങളെ പിടിച്ച് ജയിലിലിട്ടു. കുറ്റബോധത്തിന്റെ ആവശ്യമുണ്ടോ? അനുതാപത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് അവർക്കും. അവർ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു. ഞാൻ ദൈവമാണെന്ന് യേശു ക്രിസ്തു പറഞ്ഞു, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് തന്നെ ഉയർത്തി.
എന്താണ്? ദൈവദൂഷണം പറഞ്ഞു. വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ലോകത്തിന്റെ ജ്ഞാനത്തിൽ ജീവിക്കുന്ന ഒരു അവിശ്വാസിയും ലോകത്തിന്റെ ജ്ഞാനത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒരുപക്ഷെ അവൻ ക്രൂശിക്കത്തില്ല, നമ്മൾ യേശുവിനെ ക്രൂശിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുത്തത് കൊണ്ട് ആത്മീയ ജ്ഞാനത്തിൽ വളർന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയത് കൊണ്ട് ഉയരത്തിലുള്ള ജ്ഞാനം ലഭിച്ചു എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഉയരത്തിലുള്ള ജ്ഞാനം എന്നിലുണ്ടെങ്കിൽ അത് കരുണയിലേക്ക് എന്നെ നടത്തുന്നതാണ്, സൽഫലങ്ങൾ നിറഞ്ഞതാണ്. ചില കാര്യങ്ങൾ ഞാൻ വലിയ വിശദമായിട്ട് പറയുന്നില്ല, കാരണം നമ്മളത് പല സമയങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്താണ്. സൽഫലങ്ങൾ നിറഞ്ഞതാണ്, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, പലവിധമായ സൽഫലങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഉയരത്തിലുള്ള ജ്ഞാനം. ഒരുവൻ ഉയർജ്ഞാനം ഉണ്ടായാൽ അവൻ ഫലങ്ങൾ നിറയ്ക്കുന്നത്. പക്ഷപാതവും കാപട്യവും ഇല്ലാത്തതാണ്. പക്ഷപാതത്തെക്കുറിച്ചും കാപട്യത്തെക്കുറിച്ചും നമ്മൾ വിശദമായി കണ്ടു. 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകുന്നു. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായ്ക കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങളിൽ ശണ്ഠയും കലഹങ്ങളും എവിടെ നിന്ന്? അപ്പൊ ഈ ഉയർത്തുന്നുള്ള ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു, അവിടെയൊക്കെ ശണ്ഠയുടെ കാര്യമൊക്കെ പറഞ്ഞു, അസൂയയുടെ കാര്യം പറഞ്ഞു, 14-ാമത്തെ വാക്യത്തിൽ കലഹത്തിന്റെ കാര്യം പറഞ്ഞു. എന്നിട്ട് യാക്കോബ് ചോദിക്കുകയാണ്, എവിടെ നിന്നാണ്? നമ്മൾ കണ്ടു, ഉയരത്തിലുള്ള ജ്ഞാനത്തിന്റെ കുറവ് കൊണ്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാകുന്നു. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുക, എവിടെ നിന്ന് ഇത് വരുന്നേ? നമ്മുടെ ഉള്ളിൽ ഒരു കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട്. എന്താണ്? മോഹം. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വിശദമായി അത് കണ്ടതാണ്. 1:15 മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, എന്നിലൊരു മോഹം ഉണ്ടാകുന്നു, ആ മോഹം വളരുന്നു. മോഹം വളർന്നെങ്കിൽ കിട്ടുന്നില്ല. മോഹം എനിക്ക് കിട്ടുന്നില്ല. 2-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾ മോഹിച്ചൊന്നും പ്രാപിക്കുന്നില്ല. കിട്ടാത്തത് കൊണ്ട് അതിന്റെ തീവ്രത കൂട്ടുന്നു. എന്താണ്? കൊല്ലുന്നു, എന്നിട്ടും ഒന്നും സാധിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? കലഹിക്കുന്നു, ശണ്ഠയിടുന്നു. അവിടെ ഒരു വാക്കുണ്ട്, എന്തെന്നറിയാമോ? അങ്ങനെയൊക്കെ ചെയ്തിട്ട് കിട്ടാത്തതിന്റെ കാര്യം യാചിക്കാത്തത് കൊണ്ടാണ്. പലരും അതാണ് പഠിപ്പിക്കുന്നത്. അതായത് മോഹിച്ച കാര്യം എന്തുകൊണ്ട് കിട്ടുന്നില്ല? നിങ്ങൾ ശരിയായിട്ട് പ്രാർത്ഥിക്കുന്നില്ല. ഒന്ന് ചിന്തിച്ചേ, യാക്കോബ് മോഹത്തെക്കുറിച്ച് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ പഠിപ്പിക്കുന്നത്? യാക്കോബ് പഠിപ്പിക്കുന്നത് അനുകൂലമായിട്ടല്ല, പ്രതികൂലമായിട്ടാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നതെന്നാണ് പഠിപ്പിക്കുന്നത്. ആ യാക്കോബ് പറയുമോ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്? നിങ്ങൾ മോഹിച്ചിട്ട് പ്രാർത്ഥിക്കുന്നില്ല. പലരുടെയും പ്രാർത്ഥന മോഹിച്ച കാര്യം കിട്ടാൻ വേണ്ടിയാണ്. വാക്യമുണ്ടല്ലോ, എന്താ കിട്ടാത്തത്? മോഹിക്കുന്നു, പക്ഷെ പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ പ്രാർത്ഥിച്ചാൽ കിട്ടും. പ്രാർത്ഥിച്ചാൽ കിട്ടുമോ? എന്താ യാക്കോബ് പറയുന്നത്? യാക്കോബ് പറയുന്ന ഒരു സത്യം അവിടെ ഒളിഞ്ഞു കിടക്കുക. ഞാൻ എന്തുകൊണ്ടാ ഫൈറ്റ് ഉണ്ടാക്കുന്നത്? ഫൈറ്റ് ഉണ്ടാക്കുന്നത് എന്റെ ചിന്ത ഇതാണ് ജീവിതം, അതായത് എന്റെ സങ്കല്പ പ്രകാരമുള്ള ഇതാണ് ജീവിതം. എനിക്ക് ഈ ജീവിതം മനോഹരമാക്കാൻ ഇത് കിട്ടണം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം മനോഹരമാകുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് അത് കിട്ടാൻ വേണ്ടി ശണ്ഠയിടുന്നു, കലഹിക്കുന്നു, കൊല്ലുന്നു, പല പല പരിപാടികൾ ചെയ്യും. എന്താണ് ജീവിതത്തിന് വേണ്ടത്? നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ 4-ാം അധ്യായം 13-14 വാക്യങ്ങൾ. യോഹന്നാൻ 4-ാം അധ്യായം
13-14 വാക്യം. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, നമുക്ക് ആ സംഭവമൊക്കെ അറിയാം. ശമരിയാക്കാരി സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. അപ്പൊ യേശു ഒരു കിണറിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് യേശു അവളോട് ഇത്തിരി കുടിക്കാൻ ചോദിച്ചു, വെള്ളം ചോദിച്ചു. അപ്പൊ അവർ തമ്മിലുണ്ടായ സംഭാഷണം. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് യേശു പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ പിന്നെയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് ലഭിക്കുന്നതല്ലാത്തതെന്തും നമുക്ക് നൽകുന്നത് എംപ്റ്റിനെസ് ആണ്. ഏതൊരു കാര്യം അവിടുത്തെ കോണ്ടെക്സ്റ്റിൽ പറയുന്ന ആ വെള്ളത്തെ കുറിച്ചാണെങ്കിൽ യേശു പറയുന്നു, ഞാൻ തരുന്നത് കുടിച്ചാൽ നിങ്ങൾക്ക് ഒരു നാളും ദാഹിക്കില്ലെന്ന് മാത്രമല്ല, അത് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അത് പൊങ്ങി വരുന്നൊരു നീരുറവയാകും. ലോകത്തിലെ ഒന്നിനും നിങ്ങൾക്ക് സംതൃപ്തി തരാൻ കഴിയത്തില്ല. വേഗത്തിൽ മടുക്കും. എന്ത് കാര്യം എടുത്തോ, എന്തുകൊണ്ടാണ് ഞാൻ ഇത് മോഹിക്കുന്നത്? എന്റെ ഉള്ളിൽ ഒരു എംപ്റ്റിനെസ് ഉണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഇതുകൊണ്ട് ഫില്ല് ചെയ്താൽ തീരും. പണം കൊണ്ട്, സുഖ സൗകര്യങ്ങൾ കൊണ്ട്, ആർഭാടങ്ങൾ കൊണ്ട്, ഫ്രണ്ട്ഷിപ്പ് കൊണ്ട്, വസ്തുവകൾ കൊണ്ട് നിറച്ചാൽ നിറയുമെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ്. ഇല്ല, മനുഷ്യനെ സൃഷ്ടിച്ചവനായ ദൈവപുത്രനായ യേശു ക്രിസ്തു പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കും. എവിടുന്ന മോഹമുണ്ടാകുന്നത്? മോഹമുണ്ടാകുന്നത് എനിക്ക് അതുകൂടെ കിട്ടിയാൽ ജീവിതം ശരിയാകും. ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് പ്രാധാന്യമുള്ള കാര്യമാണ്, അതെനിക്ക് കിട്ടിയേ മതിയാകും. നമ്മുടെ മുൻപിൽ ഒരു ചൂണ്ടുപലകയായി നിൽക്കുന്നത് ശലോമോന്റെ ജീവിതമാണ്. ജീവിതം മുഴുവൻ ആഘോഷിച്ച മനുഷ്യൻ. അന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം സുഖങ്ങൾ ലഭ്യമാണോ അതെല്ലാം ആവോളം ആസ്വദിച്ച മനുഷ്യൻ. ശലോമോൻ പറഞ്ഞ വാക്കുണ്ട്, എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ വിലക്കിയിട്ടില്ല. നമുക്കൊക്കെ പല കണ്ണുകൊണ്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു റോൾസ് റോയ്സ് കാർ മേടിക്കണം എന്ന് ആഗ്രഹിച്ചു. ആഗ്രഹം കടുത്താണ്, പക്ഷെ സാധ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ റോൾസ് റോയ്സ് കാറിന്റെ ഒരു പടം മേടിച്ച് വേണമെങ്കിൽ ഒട്ടിച്ചേ വെക്കും, അത്രേ പറ്റുള്ളൂ. പക്ഷെ ശലോമോനാന്ന് വിഷയമല്ല. ശലോമോന് അധികാരമുണ്ട്, പണമുണ്ട്, തന്റെ കണ്ണ് ആഗ്രഹിച്ച ഒന്നും വിലക്കിയില്ല. ഒടുവിൽ ശലോമോന്റെ ജീവിതം എന്തായിരുന്നു? ഓട്ടപാത്രത്തിൽ ഒഴിച്ച വെള്ളം പോലെയായി ശലോമോന്റെ ജീവിതത്തിന്റെ അവസാനം. ഈ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് കയറണം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. എന്തിനു വേണ്ടി? അവന്റെ എംപ്റ്റിനെസ്, അവന്റെ ശൂന്യത നികത്താൻ. അവൻ ചിന്തിക്കുന്നത് അവന് അതുകൂടെ കിട്ടിയാൽ അവൻ തൃപ്തനാകും. ഇത് 10-ാമത്തെ ലാസ്റ്റ് വാണിംഗ് എന്ന് പറയുന്ന പോലെ അതുകൂടെ കിട്ടിയാൽ തീർന്നു എന്ന് ചിന്തിച്ച എത്രയോ കാര്യങ്ങൾ. യാക്കോബ് അതാ പറയുന്നത്. എന്താ? നിങ്ങൾ മോഹിച്ചിട്ട് പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുന്നു, അസൂയപ്പെടുന്നു, എന്നിട്ടും യാചിക്കാത്തത് കൊണ്ട് കിട്ടുന്നില്ല. എന്ത്? മോഹിച്ചതല്ല, എന്താണോ കിട്ടേണ്ടത് അത് കിട്ടുന്നില്ല. എന്താണോ കിട്ടേണ്ടത് അത് കിട്ടുന്നില്ല. ലൗകികമായ ജ്ഞാനം കൂടുതൽ കൂടുതൽ എംപ്റ്റിനെസ്സിലേക്ക്, ശൂന്യതയിലേക്ക് നമ്മളെ നടത്തുകയുള്ളൂ. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ തൃപ്തനാകുമെന്ന് മാത്രമല്ല, അവന്റെ ഉള്ളിൽ നിന്ന് നീരുറവയായി പൊങ്ങി വരും. ഞാനൊരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് ഞാനത് കുടിച്ചാൽ, പെട്ടെന്ന് വന്ന് എന്നോടൊരാൾ ചോദിച്ചാൽ, അര ഗ്ലാസ് എനിക്ക് കുടിക്കാം, അര ഗ്ലാസ് അയാൾക്ക് കൊടുക്കാം. അപ്പൊ എന്റെ ദാഹം പൂർണ്ണമായിട്ട് മാറിയില്ല. എന്നാൽ ഒരു ഉറവയിൽ നിന്ന് വരുന്ന വെള്ളത്തിനടിയിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ എനിക്കും കുടിക്കാം, അത് നിറഞ്ഞ് കവിയുകയാണ്. കൊടുക്കാനുമുണ്ട്. ലോകം പ്രതീക്ഷയോടെ നമ്മിൽ നോക്കുകയാണ്. എന്താണ്? ഈ എംപ്റ്റിനെസ് നിറയ്ക്കാൻ ആവശ്യമായത്
എന്തുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ സംതൃപ്തി കണ്ടിട്ട് അവന് മനസ്സിലാക്കണം, യേശു തന്ന ജീവൻ, യേശു തന്ന വെള്ളം കുടിച്ചിട്ട് നമ്മിൽ നിന്ന് ഉറവ പൊട്ടിപ്പുറപ്പെടുന്നത് അവർ കാണട്ടെ. പ്രവൃത്തിയിലൂടെ, നമ്മളുമായിട്ടുള്ള സംസർഗത്തിലൂടെ, കൊടുക്കൽ വാങ്ങലിലൂടെ അവൻ മനസ്സിലാക്കട്ടെ സംതൃപ്തി. എന്തുകൊണ്ട് സംതൃപ്തി? കാതലായത് നമുക്ക് കിട്ടി. യാക്കോബ് അതാ പറയുന്നത്. അല്ലാതെ ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കുന്നത് പോലെ മോഹിച്ചിട്ട് കിട്ടാത്തതിന്റെ കാരണം നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. എന്നിട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥന, ഒരാഴ്ചത്തെ പ്രാർത്ഥന, ഒരു മാസത്തെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ലല്ലോ. യാക്കോബ് ഒരു ഭാഗത്ത് പറയുന്നത് മോഹം ഗർഭധരിച്ച് ഭാഗത്ത് പ്രസവിക്കുന്നു, എന്നിട്ട് മറുഭാഗത്ത് പറയുകയാണ് നിങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അല്ല, നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല, എന്താണോ കിട്ടേണ്ടത് അത് കിട്ടാത്തതിന്റെ കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, യാചിക്കുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ, ഉയരത്തിലുള്ള ജ്ഞാനം എങ്ങനെയാ കിട്ടുന്നേ? എന്റെ നിസ്സഹായാവസ്ഥ പറ ഐ എം ഹെൽപ്ലെസ് ലോർഡ്, ഐ എം ഹെൽപ്ലെസ്. ഏത് ഗുണമെന്നറിയാൻ എനിക്ക് ജ്ഞാനമില്ല കർത്താവെ, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുകയില്ല. എന്റെ അറിവിൽ എനിക്ക് ഓടി അവസാനം എത്താൻ പറ്റത്തില്ല. എന്റെ നിസ്സഹായാവസ്ഥ ഞാൻ ദൈവത്തോട് പറയുമ്പോൾ ഉയരത്തിലുള്ള ജ്ഞാനം എന്നിലേക്ക് കർത്താവ് പകരും. കർത്താവ് വെള്ളം തരും. കർത്താവ് തരുന്ന വെള്ളം എന്നെ നിറയ്ക്കുമെന്ന് മാത്രമല്ല, എന്നിൽ നിന്ന് നീരുറവയായി പുറപ്പെടും. അനേകരുടെ ദാഹം ശമിപ്പിക്കാൻ കാരണമായി തീരും. ദൈവം നമ്മളെ സഹായിക്കട്ടെ.